കുമാരന് സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള സമയമാഗതമായിരിക്കുകയാണ്. ഈ ദിവസത്തിനു വേണ്ടി എത്ര കാലമായി നാം കാത്തിരിക്കുന്നു. ഇതേ ദിവസത്തിനു വേണ്ടി നാം ബാല്യം മുതൽക്കേ സാവധാനം സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആയുധവിദ്യ, ധനുർവിദ്യ, താന്ത്രിക വിദ്യ, ശാസ്ത്രങ്ങൾ, ഇവയിലെല്ലാം പൂർണ്ണമായി നാം നിപുണനാണ്. ഇത്രയും കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു. മഹാരാജൻ വിക്രമദേവന് ശേഷം ഈ രൂപനഗരത്തിന്റെ ദേവരാജവംശത്തിന്റെ രാജാവാകും നാം, കുമാരദേവൻ. രൂപനഗരത്തിലെ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ, സ്ത്രീകളും പുരുഷന്മാരും, രാജ്യത്തിലെ സകല ജനങ്ങളും കേവലം നിന്നെ മാത്രം അവരുടെ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു. കുമാര, നമുക്ക് നന്നായി അറിയാം, നീ നിശ്ചയമായും വരും കാലം സമർത്ഥനായ ഭരണാധികാരിയായി മാറും. അങ്ങ് പറഞ്ഞത് സത്യമാണ്, വളരെ സത്യമായ കാര്യം തന്നെയാണ്. നമ്മുടെ കുമാരൻ ഈ വംശത്തിലെ തിളങ്ങുന്ന താരകമാണ്. അതുപോലെ മഹാരാജൻ ഇപ്പോൾ വൃദ്ധനും ക്ഷീണിതനുമായിരിക്കുന്നു. അപ്പോൾ എന്താ, നമ്മുടെ രാജ്യത്തിന്റെ ആരാണ് നിയന്ത്രിക്കുന്നത്? കുമാരൻ, നമ്മുടെ പ്രിയ പുത്രൻ. വളരെ ശരിയാണ് രാജകുമാരി, അല്ലാതെ മറ്റാരുമല്ല. ഈ രാജ്യത്തിൽ കാലാകാലങ്ങളായി രാജാവാകുന്നത് ദേവവംശത്തിലെ മൂത്ത പുത്രനാണ്. ദൗർഭാഗ്യം കൊണ്ട് നാം ഇളയവനായി പോയി. അതുകൊണ്ട് തന്നെ അർഹത നേടുന്നതിന് പകരം നമ്മുടെ അവകാശം നമുക്ക് നഷ്ടമായി. ഇത്രയും കാലങ്ങളായി ഈ വേദന നമ്മുടെ ഹൃദയത്തിൽ നാം ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. ദാ ഇപ്പോൾ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ പോവുകയാണ് നമ്മുടെ കുമാരദേവൻ. അഥവാ എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ഉടവാളെടുത്ത് പ്രയോഗിക്കേണ്ടി വന്നാൽ അതിന് സാധിക്കുമോ നിനക്ക്? ഇതെന്താണ്? ഇത്രയും പ്രകാശമോ? ഇത്രയും ദിവ്യമായ പ്രകാശം നാം ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ എന്താണ് നാം കണ്ടത്? ഇത്രയേറെ പ്രകാശം നാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ആ രാജമകുടമോ? രാജമകുടത്തിൽ നിഴൽ കണ്ടത് എന്തുകൊണ്ടാണ്? നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണോ? അഥവാ ഈ രൂപനഗരത്തിൽ നാശം സംഭവിച്ചാൽ നാം എന്താണ് ചെയ്യുക? നമ്മുടെ പിതാവിനെ കൊന്നുകളഞ്ഞു. അത് ചെയ്തത് മഹാരാജൻ വിക്രമദേവനാണ്. അത് അയാൾ ഈ രൂപനഗരത്തിലെ രാജാവായതുകൊണ്ടാണ്. അതുപോലെ ഈ രൂപനഗരത്തിലെ ഏറ്റവും സുന്ദരിയായ മാലാഖയാണ് നാം. എന്തു പറ്റി? ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ രഹസ്യമെങ്ങാനും പുറത്തു പോയിട്ടുണ്ടാകുമോ? ഇല്ല,
ഇപ്പോൾ ആക്രമണം നടത്തിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ പദ്ധതികളെല്ലാം പിടിക്കപ്പെടുന്നതാണ്. വിക്രമദേവൻ രൂപനഗരത്തിലെ രാജാവിന്റെ നാമം ഉദ്ഘോഷിക്കാൻ പോകും. അടുത്ത രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതോടെ രൂപനഗരം ഇനിയും ശക്തി പ്രാപിക്കുന്നതാണ്. ഇല്ല 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 ഇല്ല, അതുകൊണ്ട് ഇനിയും കാത്തു നിൽക്കുന്നത് ഉചിതമായിരിക്കില്ല. ഇത് തന്നെയാണ് ശരിയായ സമയം. ഇനി രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ ആക്രമണം നടത്തുന്നതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പിശാചിന്റെ ദൂതനെ ലഭിക്കണം. അത് നമുക്ക് എപ്പോൾ ലഭിക്കുമെന്ന് പറയൂ. ഇപ്പോഴത് ലഭിക്കില്ല, എന്നാൽ ലഭിച്ചിരിക്കും. വളരെ വേഗം ലഭിക്കും. നന്നായി. അധികം വൈകാതെ നാം ഈ രൂപനഗരത്തിന് മേൽ ആക്രമണം നടത്തും. അതിനു മുമ്പ് ആ പിശാചിന്റെ ദൂതനെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം.